ജന്മാദ്യസ്ഥേതോന്നയാതിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 13-ാം അധ്യായം വരാഹ അവതാരത്തിൻ്റെ പ്രതിപാദനമാണ്. ആ അധ്യായം തന്നെ ഒരു പ്രധാനപ്പെട്ട അധ്യായമായിട്ട് കണക്കാക്കി വരുന്നു. നല്ലൊരു സ്തുതി അതിനകത്തുണ്ട്, അതാണ് അതിനൊരു കാരണം. പിന്നെ അവതാരമാണ് താനും. അപ്പോൾ തൻ്റെ ആ കുളമ്പുകൊണ്ട് അഭ്രപാളികൾ മേഘങ്ങളെ മുഴുവനും ചിന്നിച്ചിതറിച്ചുകൊണ്ട് രസാതലത്തിൽ ഹിരണ്യാക്ഷൻ സ്ഥാപിച്ചതായിട്ടുള്ള ഭൂമിയെ വരാഹമൂർത്തി കണ്ടു. ദദർശഗാം തത്ര സുഷുപ്സുരഗ്രേ യാം ജീവധാനിം സ്വയം അഭ്യദത്ത. 31-ാമത്തെ ശ്ലോകത്തിൽ ജീവജാലങ്ങളെല്ലാം വസിക്കുന്ന അവർക്കൊക്കെ ആധാരമായ ഭൂമിയെ അഭ്യദത്ത ആഭിമുഖ്യേന അതിനെ ധരിച്ചു. തേറ്റയുടെ മുകളിൽ സുഷുപ്സുരഗ്രേ ആ തദവ ഭൂമിയെ കണ്ടു. ശയിപ്പാൻ ഇച്ഛിച്ചുകൊണ്ട് ജീവജാലങ്ങളുടെ നിവാസസ്ഥാനമായതുകൊണ്ട് പ്രളയജലത്തിൽ യോഗനിദ്ര ചെയ്യുന്ന സമയത്തു കൂടി ഭഗവാൻ പത്നിയായ ഭൂമിയെ രക്ഷിച്ചു എന്നർത്ഥം. ജീവധാനിയും സ്വയം അഭ്യദത്ത. യജ്ഞമൂർത്തി ആയിരിക്കുന്ന ഭഗവാൻ ശ്രീ ഭഗവാന്റെ പ്രിയ പത്നിയാണ് ഭൂമി എന്നും കൂടിയുണ്ട്. ഭൂമി അതെ മഹാലക്ഷ്മി, 2 പത്നിമാരുണ്ട്. പിന്നെ തുളസിയുണ്ട്, ഒക്കെ ഗംഗ, അങ്ങനെയൊക്കെ പറയണം. ശ്രീ 4 പത്നിമാരുണ്ട് വേദത്തിൽ പ്രകാരം എന്നാണ് പറയുക. അങ്ങനെ പ്രളയജലത്തിൽ യോഗനിദ്ര ചെയ്യുന്ന സമയത്ത് സൂക്ഷ്മരൂപമായിട്ടുള്ള ഭഗവാൻ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭൂമിയെ എന്നാണ് അന്തർഭാഗത്ത്. അപ്പം കുളമ്പുകൾ കൊണ്ട് സമുദ്രജലത്തെ അടിച്ച് തകർത്ത് തിരമാലകൾ 4 ദിക്കിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് രസാതലത്തിൽ ഹിരണ്യാക്ഷൻ സ്ഥാപിച്ചതായിട്ടുള്ള ഭൂമിയെ കണ്ടു. ഇനി അവിടുന്ന് അങ്ങോട്ട് അതിനെ ഉദ്ധരിച്ചതിനെ പറയണു. സ്വതംഷ്ടയോത്ഭൃത്യമഹിന്നിമഗ്നാം സൗത്തിതസ്തൻഡുരുജേരസായ തത്ര ആതിദൈത്യം ഗതയാ പതന്തം സുനാഭസന്ദീപിത തീവ്രമന്യു. സ്വദംഷ്ടയോത്ഭൃത്യമഹീം നിമഗ്നാം, വെള്ളത്തിൽ മുങ്ങിയതായ ഭൂമിയെ സ്വദംഷ്ട്രയ, തൻ്റെ ദംഷ്ട്രയാൽ ഉദ്ധരിച്ച് വെച്ചിട്ട്, ഉദ്ധരിച്ച് കൊണ്ട് ഉയർത്തിയിട്ട്, ദംഷ്ട്രയിൽ വെച്ച് ഉയർത്തിയിട്ട്, ഉത്ഥിത ഉയർന്നു വന്ന ആ വരാഹമൂർത്തി, തിദാസ ഉയർന്നു വന്ന ആ വരാഹമൂർത്തി, സംരുചേ ഏറ്റവും ശോഭിച്ചു എന്ന് പറയണം. പിന്നെയോ അസഖ്യവിക്രമം, അസഖ്യമായ പരാക്രമത്തോടു കൂടിയവനും രുന്ധാനം തടുത്തു നിൽക്കുന്നവനും ആയ ആദിദൈത്യനെ, ഹിരണ്യാക്ഷനെ നേരിട്ടു. സുനാഭസന്ദീപിത തീവ്രമന്യു, ചക്രം കയ്യിൽ കണ്ടു. ആ ചക്രം കയ്യിൽ കണ്ടതായിട്ടുള്ള നേരം ഹിരണ്യാക്ഷന് അത്യധികം ദേഷ്യം വന്നു. തന്നെ എതിർക്കാനാണോ വന്നത് എന്ന് കണ്ട് ഗത കൊണ്ട് എതിർക്കുകയും ചെയ്തു. ജഖാന രുന്ദാനമസഖ്യ വിക്രമം സലീല ഏപം മൃഗരാടി വാമ്പസി. ആനയെ സിംഹം നേരിടുന്നത് പോലെ മൃഗരാടി വാമ്പസി യഥാ ഗജേന്ദ്രം ജഗതിം ബിബിന്ദൻ, മേൽപോട്ട് ഉയർന്നു വരികയും ചെയ്തു. ഒരു സിംഹം ആനയെ എന്ന പോലെ ഭഗവാൻ നിഷ്പ്രയാസമായിട്ട് അവനെ നേരിട്ടു.
തമാലനീലം സിതദന്തകോട്ട്യാക്ഷ്മാമുക്ഷിബന്ധം ഗജലീലയംഗ പ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാകിയർ വിരിഞ്ചി മുഖ്യോ ഉപതസ്തുരീശം. ഏ അങ്ക, ശ്രേഷ്ഠ എന്ന് വിളിക്കുകയാണ്. വിതുര, തൽക്കഥ കേൾക്കുന്നതിൽ തൽപരനായ വിതുര. ഗജലീലയ, ആനയുടെ ലീല എന്ന പോലെ, ആനയെ എന്ന പോലെ. സിതദന്ത കോട്ട്യ, ശുഭ്രമായ ദംഷ്ട്രാഗ്രത്തിൽ, ശുഭ്രം വെളുപ്പ്, വെളുത്ത നിറത്തിലുള്ളതായ തൻ്റെ ആ ദംഷ്ട്രാഗ്രത്താൽ, ദംഷ്ട്രയുടെ കൂർത്തുമൂർത്തതായിട്ടുള്ള അറ്റത്താൽ, ക്ഷ്മാം ഭൂമിയെ, ഉക്ഷിബന്ധം ഉയർത്തിക്കൊണ്ടുവരുന്ന, തമാല നീലം നീല നിറത്തിലുള്ള, തമാലം എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്, പച്ച നീലയൊക്കെ ചേർന്നത്. അപ്പം അത് തമാല നീലം, തമാലം പോലെ, ആ മരത്തിൻ്റെ ഇല പോലത്തെ നീലം. തമാല എപ്പോഴും ഇലകളാണ്. ഈശം, ഈശ്വരനെ, പ്രജ്ഞായ അറിഞ്ഞിട്ട്. വിരിഞ്ചി മുഖ്യ, ബ്രഹ്മാവ് മുതലായവർ ബദ്ധാഞ്ജലി കൈകൂപ്പിയിട്ട് അനുവാകൈ സൂക്തങ്ങളെ കൊണ്ട് ഉപതസ്തു സ്തോത്രം ചെയ്തു. സാക്ഷാൽ ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മാദിദേവന്മാർ ഭഗവാനെ തുതിച്ചു. തമാല നീലം സിതദന്തകോട്ട്യ ക്ഷ്മാമുക്ഷിബന്ധം ഗജലീലയംഗ. ആനയെപ്പോലെ, ആനയുടെ നിഷ്പ്രയാസമായിട്ടുള്ള ചേഷ്ടകളെപ്പോലെ. പ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാകേർ വിരിഞ്ചി മുഖ്യ, സബ്ജക്റ്റ് വിരിഞ്ചി മുഖ്യ എന്നാണ്. വിരിഞ്ചി മുഖ്യ, ബ്രഹ്മാവ് മുതലായവർ ബദ്ധാഞ്ജലയോനുവാകേർ, ഊപ്പിയ കൈകളോട് കൂടിയിട്ട് ഈശ്വരനെ സ്തുതിച്ചു, അങ്ങയെ സ്തുതിച്ചു. ഋഷിമാരുടെയും ബ്രഹ്മാവിൻ്റെയും ഒക്കെ സ്തുതിയെ പറയുകയാണ്. അതാണ് ഈ അധ്യായത്തിനുള്ള പ്രത്യേകത. സ്തുതിയുള്ള അധ്യായങ്ങളൊക്കെ പ്രാധാന്യം കൽപ്പിച്ചിട്ട് പറയണു. ഋഷയ ഊജു, എന്തൊക്കെയാണ് അവർ സ്തുതിച്ചതെന്നാണെങ്കിൽ, ചിദം തേജിതയജ്ഞഭാവന ത്രയീൻ തനും ത്വാം പരിതുന്നതേ നമ യദ്രോമഗർത്തേഷു നിലില്ലുരദ്വരാ തസ്മൈ നമ കാരണസൂകരായതേ നമ. കാരണസൂകരൻ, എല്ലാറ്റിനും കാരണമായിട്ടുള്ള ഈശ്വരൻ പന്നിയുടെ സ്വരൂപത്തെ, വരാഹത്തിൻ്റെ സ്വരൂപത്തെ എടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. തസ്മൈ കാരണസൂകരായതേ നമ. എല്ലാറ്റിനും കാരണമായിരിക്കുന്ന വരാഹമൂർത്തിക്ക് നമസ്കാരം. ഞാൻ മുമ്പ് എന്തൊക്കെയാണ് പറഞ്ഞത്? സംബോധനയാണ് അജിത, ഹേ അജിത. ജിതം തേ അജിത മീൻസ് അജിത, യജ്ഞഭാവന, യജ്ഞസ്വരൂപ, അങ്ങയാൽ, പാസീവ് വോയിസാണ്, അങ്ങയാൽ. ത്രയീം തനും സ്വാം പരിതുന്നതേ നമ. അങ്ങയാൽ ഇവിടെ എന്തുണ്ടായിരിക്കുന്നു? ജിതം, ജയിക്കപ്പെട്ടു. ഹിരണ്യാക്ഷൻ ജയിക്കപ്പെട്ടു. ആരായി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്? ഹിരണ്യാക്ഷനാണ്. അവൻ ഏതായാലും ഇനി വലിയ കളിയൊന്നും കളിക്കില്ല, കാരണം അങ്ങയുടെ മുമ്പിൽ പെട്ടു, അവൻ്റെ അവസാനമായി എന്നർത്ഥം. ജയിക്കപ്പെട്ടു. ഒരു കൂസലും കൂടാതെ അവൻ കൊണ്ടേ വെച്ച ഭൂമിയെ സധൈര്യം എടുത്തില്ലേ. ഞാനിതിനെ എടുക്കാനും ഉദ്ധരിക്കാനുമാണ് പോകുന്നത്. നീ എന്താണ് കണ്ടാൽ സാധിക്കുമെങ്കിൽ നോക്ക് എന്ന് ഹിരണ്യാക്ഷനെ വെല്ലുവിളിച്ചിട്ടല്ലേ അവൻ വെച്ചിട്ടുള്ള ഭൂമിയെ സധൈര്യം, നിശങ്കം അങ്ങുദ്ധരിച്ചത്. ആരും ധൈര്യപ്പെട്ടിട്ടില്ല അതിന്. ആർക്കോട്ട് കഴിയൂല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒരു ഭൂമിയൊക്കെ തേറ്റ മുകളിൽ എടുക്കുക ആർക്കാ പറ്റുക? ഭൂമിയാണത്, ചെറിയൊരു വസ്തു ഒന്നുമല്ല. എൻറ്റയർ ഭൂമി എന്ന് പറഞ്ഞാൽ അത്രയുണ്ട് വിസ്താരം. പഠിച്ചവർക്ക് അറിയാമല്ലേ, അത്ര വിസ്താരമുള്ള ഭൂമിയാണ് തൻ്റെ തേറ്റയുടെ മുകളിൽ എടുക്കുന്നത്. കൊണ്ട് ആർക്കും കഴിയാത്ത അങ്ങ് ആ ഹിരണ്യാക്ഷനെ ജയിച്ചു, ഉറപ്പായി. ജിതം തേ അജിത യജ്ഞഭാവന, അല്ലയോ യജ്ഞഭാവന, അങ്ങയാൽ ജയിക്കപ്പെട്ടു. ഹിരണ്യാക്ഷൻ ജയിക്കപ്പെട്ടു. ത്രയീൻ തനും ത്വാം പരിതുന്നതേ നമ. സ്വാം ത്രയീൻ തനും, അങ്ങയുടെ വേദമായ ദേഹത്തെ, ശരീരം തന്നെ വേദസ്വരൂപമാണ്. ഭഗവാൻ ഏത് ശരീരം എടുത്താലും, എത്ര നികൃഷ്ട ശരീരം എടുത്താലും അതിനൊരു ശ്രേഷ്ഠത ഉണ്ടാവും. പന്നിയുടെ ശരീരം ആയിക്കോട്ടെ, ഇനി അതിലും മോശമായിട്ട് ചിലപ്പോൾ മത്സ്യത്തിൻ്റെ സ്വരൂപം, ആമയുടെ സ്വരൂപം ഒക്കെ എടുത്താലും ഭഗവാൻ തന്നെയല്ലേ. ഭഗവാൻ ആ താഴ്ചയൊന്നും സംഭവിക്കണില്ല. ശരീരം എടുത്തതിനനുസരിച്ചിട്ട് താഴെ നമുക്കേ ഉള്ളൂ.
മനുഷ്യനായ മനുഷ്യൻ്റെ ഭാവം, വേറൊന്നായ വേറൊന്നിൻ്റെ ഭാവം, ശ്വാവായ ശ്വാവിൻ്റെ ഭാവം, ഇതൊക്കെ ഉണ്ടോ ഭഗവാൻ? ഏത് ശരീരത്തിലെടുത്താലും ഭഗവാൻ ഭഗവാൻ തന്നെയാണ്. ത്രയീൻ തനും ത്വാം ഭേദസ്വരൂപത്തെ എന്നാണ് ഇവിടെ പറഞ്ഞത്. ശരീരത്തെ പരിതുന്നതേ, 4 ഭാഗത്തും ചലിപ്പിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ആ ശരീരത്തെ നമസ്കാരം. ത്രയീൻ തനും, ത്രയി വേദം, ഋക്ക് യജുസ് സാമം, 3 വേദമാണ് സാധാരണ പറയൽ. അഥർവം വേറൊരു വിഭാഗമാണ്. ത്രയീൻ തനും, വേദസ്വരൂപിയായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. 4 ഭാഗത്തും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. അധ്വര, യാഗങ്ങൾ, യത് രോമകർത്തേഷു, യാതൊരുവൻ്റെ രോമങ്ങളിൽ. ഓരോരോ ശരീരഭാഗങ്ങളെ എടുത്തിട്ട് സ്തുതിക്കുകയാണ്. ആദ്യം രോമം, ശരീരത്തിലത്തെ രോമങ്ങളൊക്കെ എന്താണ്? രോമകർത്തേഷു, രോമക്കുഴികളിൽ നെലില്ലു ലയിച്ചിരിക്കുന്നുവോ. എല്ലാ യാഗകർമ്മങ്ങളും അങ്ങയുടെ രോമത്തിൽ സ്ഥിതി ചെയ്യുന്നു. കാരണസൂകരായ, അങ്ങനത്തെ നിർവഹിക്കാൻ പ്രയാസമുള്ളതായ വരാഹമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. ഏതൊരു ഭഗവാന്റെ രോമങ്ങളിലാണ് യാഗങ്ങൾ, വേദങ്ങൾ കുടികൊള്ളുന്നത്, യാഗങ്ങൾ രോമകൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള യാഗസ്വരൂപനായ, യജ്ഞസ്വരൂപനായ, ഏതൊരു ശരീരത്തിലാണ് യാഗ കർമ്മങ്ങളുടെ മാഹാത്മ്യം ഒളിഞ്ഞിരിക്കുന്നത്, കുടികൊള്ളുന്നത്, അത്തരത്തിലുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഇതാദ്യം യജ്ഞസ്വരൂപിയായിട്ട് പറഞ്ഞു. അങ്ങയാൽ ജയിക്കപ്പെട്ടു, അങ്ങ് തന്നെയാണ് ജയിക്കുക. അജിത, അങ്ങയെ തോൽപ്പിക്കാൻ ആരുണ്ട്? രൂപം തവേതത്നനുകൃതാത്മനാം ദുർദർശനം ദേവ യദധ്വരാത്മകം ഛന്ദാംസി യസ്യത്വജി ബർഹിരോമ സ്വാജന്തിഷി ത്വങ്കിഷോച്ചാതുർഹോത്രം. രോമങ്ങൾ മൊത്തത്തിൽ പൊതുവേ പറഞ്ഞിട്ട് ഇനി ഓരോരോ ശരീര അവയവങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് പറയണം. അതാണ് യജ്ഞസ്വരൂപമായിട്ട് ചിതിച്ചു എന്ന് പറഞ്ഞത്. അങ്ങയുടെ ഈ പൊതുവെയുള്ള രൂപം ഉണ്ടല്ലോ, ഒരു പ്രത്യേകതയുണ്ട്. തവ രൂപം, രൂപം തവ, ഈ സ്വരൂപം ഇതാവട്ടെ, ഏത് രൂപമായിക്കോട്ടെ, ആർക്ക് കാണാൻ പറ്റില്ല? ദുഷ്കൃതാത്മനാം, പാപം ചെയ്തവർക്ക് കാണാൻ പറ്റില്ല. പുണ്യം ചെയ്തവർക്ക് കാണാൻ പറ്റുമോ? പുണ്യം ചെയ്തവർക്ക് മനസ്സുണ്ടെങ്കിലും കാണാം. എല്ലാവർക്കും ഭൗതികമായിട്ട് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെ മനസ്സുകൊണ്ട് കാണാമല്ലോ. അതും സാധിക്കില്ല ആർക്ക്? പാപം ചെയ്തവർക്ക്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ തന്നെ പാപിഷ്ടന്മാർക്ക് അല്ലെങ്കിൽ ഭഗവാനെ സാധിക്കില്ല. എത്രയോ ജന്മത്തെ പുണ്യമാണ് ഈശ്വര ചിന്ത മനസ്സിൽ വരിക, ഭഗവാനെ ചിന്തിക്കാനായിട്ട് കഴിയുക. രൂപം തവേതന്നു സാധിക്കില്ല. ദുഷ്കൃതാത്മനാം, ദുഷ്ടാത്മാക്കൾക്ക് സാധിക്കാത്തതും. ദുർദർശനം ദേവ യദധ്വരാത്മകം, യാഗസ്വരൂപമായിട്ടുള്ള അങ്ങയുടെ സ്വരൂപം ദുഷ്കൃതാത്മാക്കൾക്ക്, ദുഷ്കൃതം ചെയ്തവർക്ക് ദുർദർശനം, കാണാൻ പറ്റാത്തതാണ്. യാഗസ്വരൂപിയായിട്ടുള്ള അങ്ങയുടെ സ്വരൂപം. തവ അധ്വരാത്മകം രൂപം, എങ്ങനത്തെ രൂപമാണ്? അധ്വരാത്മകം രൂപം, യാഗസ്വരൂപമായിട്ടുള്ള അങ്ങയുടെ രൂപം. അധ്വരാത്മകം, യാഗസ്വരൂപമായ. അധ്വരേ എന്ന് പറഞ്ഞാൽ യാഗം, അധ്വരം യാഗം, അധ്വരേ യാഗത്തിൽ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ശിനീവ അധ്വരേ രാമായണത്തിൽ കാണാം. അധ്വരേ യാഗത്തിൽ എപ്രകാരം നിവേദ്യം കുറുക്കന്മാർ മോഷ്ടിച്ചുവോ അതുപോലെ സീതയെ മോഷ്ടിച്ചില്ലേ രാവണ എന്ന് ചോദിക്കുമ്പോൾ അധ്വരാത്മക ഹിനീവ അധ്വരേ എന്ന് കാണാം. അതിൽ അധ്വരം എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണത്, മലയാളമല്ല. അപ്പം അങ്ങനെയുള്ള യാഗസ്വരൂപിയായിട്ടുള്ള തവ രൂപം. ദുഷ്കൃതാത്മനാം ദുർദർശനം, ദുഷ്ടാത്മാക്കൾക്കൊരിക്കലും സങ്കല്പിക്കാനോ സ്വപ്നത്തിൽ പോലും കാണാനോ കഴിയില്ല. ന്യോചന്താംസിയസ്യ ത്വജി, അങ്ങയുടെ ത്വക്ക്, ത്വജി എന്ന് പറഞ്ഞ ത്വക്ക് ഒക്കെ വേദത്തിലത്തെ ഛന്ദസ്സുകളാണ്. ഛന്ദസ്സുകൾ, വേദത്തിലെ ഓരോരോ രീതിയിലുള്ള ഛന്ദസ്സുകളാണ് അതിന് ചെല്ലാനുള്ള രൂപം. ഇത്ര അക്ഷരം എന്നുള്ള കണക്ക് ഒക്കെയാണ് ഛന്ദസ്. ഗായത്രി ഒരു ഛന്ദസ്സാണ് എന്ന് പറഞ്ഞാൽ 24 അക്ഷരം. 24 അക്ഷരം കൂടിയതിനെയാണ് നമ്മളൊരു ഛന്ദസ് എന്ന് പറയുക. അപ്പോൾ അത്തരം ഛന്ദസ്സുകൾ ഗായത്രി ഛന്ദസ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ പലവിധ ഛന്ദസ്സുകളുണ്ട്. 48 അക്ഷരമുള്ളത്, 24 അക്ഷരമുള്ളത്, പലവിധ അക്ഷരങ്ങളാണ് ഓരോ ഛന്ദസ്സുകളിൽ. ഓരോ ആ പേര് പേർന്ന് ആ ഛന്ദസ്സിനെ പറയുന്നു. അപ്പം അതുകൊണ്ട് ഛന്ദാംസി യസ്യ ത്വജി ബർഹി, അങ്ങയുടെ ത്വക്കുകളൊക്കെ ഛന്ദസ്സുകളും. രോമ സ്വാജ്യം, രോമങ്ങളിൽ ദർഭപ്പുല്ലുകളും.
ബർഹി രോമ സ്വാച്യം ദൃശി ത്വങ്കൃഷു ചാതുർഹോത്രം. അംഗ്രി എന്ന് പറഞ്ഞാൽ കാല്. പന്നിക്ക് എത്ര കാലം ഉണ്ടാവുക? 4 കാല് അല്ലേ? ആ 4 കാല് ചാതുർഹോത്രം എന്ന കർമ്മങ്ങളാണ്. 4 പേര് കൂടി ചെയ്യുന്ന കർമ്മത്തിനാണ് ചാതുർഹോത്രം എന്ന് പറയുക. അപ്പം കാലുകൾ അതായിട്ട് മാറി. ഇനിയോ ദൃശി കണ്ണ്. ആജ്യം യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രം ചൊല്ലി ഹോമിക്കുന്ന നെയ്യിൻ്റെ സ്ഥാനം കണ്ണിന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഛന്ദാംസി രോമസു, രോമങ്ങളൊക്കെ ഛന്ദസ്സുകളാണ്. ബർഹി കുശങ്ങളും ആണ്. രോമങ്ങൾ രണ്ടാക്കി പറഞ്ഞു. ഒന്ന് കുശങ്ങൾ, രോമസു ഛന്ദസ്സുകളും. പിന്നെയോ കണ്ണുകൾ നെയ്യാണ്, ആജ്യം എന്നാണ് അതിന് പറയുക. സാധാരണ നെയ്യെന്ന് പറയും. യജ്ഞത്തിൽ ഹോമിക്കാൻ കൊണ്ടുവന്നാൽ അതിൻ്റെ പേര് ആജ്യം എന്നായി. സാധനം ഉണ്ടാക്കി അത് ഭക്ഷണമായി. ഭഗവാന് നയിക്കുമ്പോൾ അത് നേദ്യമായി. സാധനം ഒന്ന് തന്നെയാണ്. ചോറും നേദ്യവും ഒന്ന് തന്നെയാണ്. പക്ഷേ ഭഗവാന്റെ മുമ്പിലേക്ക് വന്നാൽ അത് ചോറ് എന്ന് പറയാറില്ല. എന്താ പറയുക? നേദ്യം, നിവേദ്യം എന്ന് പറയില്ലേ? അതേപോലെ തന്നെ നെയ്യ് പൊതുവേ പറയുന്ന പേര്. പക്ഷേ യജ്ഞത്തിലേക്ക് വന്നാൽ പിന്നെ അതിന് നെയ്യ് എന്ന് പറയാറില്ല, ആജ്യം എന്നാണ് പറയുന്നത് കൂടുതൽ ശരി. പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ നെയ്യ് ആജ്യം, അത് ആജ്യം എടുക്കൂ എന്നാണ് പറയുക. ആജ്യം എവിടെ എന്നാണ് ചോദിക്കുക. അംഗ്രികളിൽ ചാതുർഹോത്രം എന്ന് പറയുന്ന 4 പേർ കൂടി ചെയ്യുന്ന കർമ്മമാണ്. രൂപം തവേതനു ദുഷ്കൃതാത്മനാന്തുദർശനം, ദുഷ്കൃതാത്മർക്ക് കാണാൻ പറ്റാത്തതും അത്വരാത്മകം യാഗസ്വരൂപമായിട്ടുള്ളതുമാണ്. ഛന്ദാംസി യസ്യ ത്വജി ബർഹിരോമ, ഛന്ദസ്സുകൾ ത്വക്കാണ്, ത്വക്ക്. രോമങ്ങൾ ആജ്യമാണ്. അതേ സമയത്ത് കണ്ണാണ് ആജ്യം കേട്ടോ, സോറി, കണ്ണ് ആജ്യം. ആജ്യം ദൃശി. ദർഭപുല്ലുകളാണ് രോമം. ദർഭപുല്ലുകളായിട്ടാണ് രോമത്തെ ബർഹി രോമ. ഛന്ദാംസി ത്വജി, ത്വക്കുകളൊക്കെ ഛന്ദാംസുകളാണ്, രോമങ്ങളൊക്കെ ദർഭപുല്ലുകളാണ്. ആജ്യം ദൃശി കണ്ണാണ്. അംഗ്രിഷു ചാതുർഹോത്രം, 4 കാലുകളാവട്ടെ ചാതുർഹോത്രം എന്ന 4 പേർ കൂടി ചെയ്യുന്ന കർമ്മവുമാണ്. തുതിയാകുമ്പോൾ കുറച്ച് മെല്ലെ നമ്മൾ പോളൂ. സ്രക്തുണ്ടാസീ സ്രുവൈഷനാസയോരിഡോദരേ ചമസാകർണരന്ധ്രേ പ്രാശിത്രം ആസ്യേ ഗ്രസനേ ഗ്രഹാത്തുതേ യച്ചർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. ഇതൊക്കെ ശരിക്കും വെച്ചാൽ ഒരു എഴുതി വെക്കണത് നല്ലതാണ്. ഓർമ്മ നിൽക്കില്ല. എഴുതി വെച്ചാലോ വളരെ വേഗം നമുക്ക് ഫോളോ ചെയ്യാനും പറ്റും. നെയ്യ് കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആജ്യം. ബ്രാക്കറ്റിൽ നെയ്തിയോടെ വെച്ചാൽ ഇന്നെന്ന് നോക്കിയാൽ നമുക്കത് പിടികിട്ടുന്നർത്ഥം. കാല് ചാതുർഹോത്രം എന്ന കർമ്മം. ത്വജി എന്ന് പറഞ്ഞാൽ രോമം. ഛന്ദാംസി എന്ന് പറഞ്ഞാൽ ത്വക്ക്. എത്ര വേഗം കഴിഞ്ഞു. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാര്യം കിട്ടും. അപ്പോൾ നോട്ട് ചെയ്യേണ്ട പോലെയുള്ള സംഗതികളാണ്. സ്രക്തുണ്ടാസീ ത്രുവൈഷനാശയോ, തുണ്ടം എന്ന് പറഞ്ഞാൽ മുഖം. വക്രതുണ്ട മഹാകായ, ഗണപതിയെ നമ്മൾ സ്തുതിക്കും. വക്രതുണ്ട എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള മുഖമുള്ളവൻ. വക്രതുണ്ട. തുണ്ട മുഖാഗ്രത്തിൽ. സൃക്ക ജുഹു, യാഗം നിർവഹിപ്പാൻ വേണ്ട സർവവും ഭഗവാനിലുണ്ട്. അപ്പോൾ ജുഹു എന്ന് പറഞ്ഞാൽ മുഖാഗ്രത്തിൽ നിന്ന് യാഗകർമ്മത്തിൽ ഉപയോഗിക്കുന്ന ജഹു ആണ്. ഓരോ കർമ്മങ്ങളാണ്, ഓരോ സാധനങ്ങളാണ്, ഓരോ വസ്തുക്കളാണ്. 3 തരത്തിലാണ് നമുക്കിത് പറയാൻ പറ്റുക. ഒന്ന് യാഗത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, യാഗത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, അത് വയ്ക്കാനുള്ളതായ പാത്രങ്ങൾ. 3 തരത്തിൽ സ്ഥിതി നമുക്ക് കാണാം. ഇപ്പം ജുഹു കർമ്മമാണ്. മുഖമാകട്ടെ സൃക്ക്. സ്രവം ഒക്കെ യാഗത്തിലത്തെ ഓരോരോ വസ്തുക്കളാണ്. സ്രുവ ഈശനാസയോ, സ്രുവമാവട്ടെ ഭഗവാന്റെ നാസിക. സ്രുവം മൂക്ക്. ഇടോദരേ ശമസാകർണരന്ധ്രേ, ഇട എന്ന് പറഞ്ഞാൽ യജ്ഞത്തിൽ വസ്തുക്കളൊക്കെ വെക്കാനുള്ള പാത്രത്തിന് ഇട എന്നാണ് പറയുക. പൊതുവേ പാത്രം എന്ന് പറയുമ്പോൾ യജ്ഞത്തിൽ വന്നാൽ പിന്നെ അത് ഇട എന്നാണ് പേര്. മാറി. സംഗതി ഒന്ന് തന്നെ ആയിരിക്കാം, പക്ഷേ ഇട, യജ്ഞത്തിലത്തെ ആ ഇട എന്ന് പറയപ്പെടുന്ന പാത്രമാണ് ഭഗവാനെ അങ്ങയുടെ വയറ്, ഉദരം. ഉദരം എന്ന് പറഞ്ഞാൽ അത് യജ്ഞത്തിലത്തെ പാത്രമായിട്ട് ഇവർ ഉപമിച്ച് സ്തുതിച്ചു. ചമസാകർണരന്ധ്രേ,
കർണദ്വാരത്തിൽ എന്തുണ്ടായി? ചമസ, സോമപാത്രങ്ങൾ. സോമരസം വയ്ക്കാനുള്ള സോമം മദ്യമാണല്ലോ, ദേവന്മാരുടെ മദ്യയജ്ഞത്തിൽ ഉപയോഗിക്കും. അപ്പോൾ ആ സോമരസം സൂക്ഷിക്കാനുള്ളതായ ചമസാ കർണരന്ധ്രേ, ചമസമാണ് അങ്ങയുടെ ചെവി. കർണദ്വാരങ്ങളിൽ സോമപാത്രങ്ങളും ആയിട്ട് ഇവർ സ്തുതിച്ചു. ആസ്യേ, മുഖത്തിൽ. ഒന്ന് മുഖാഗ്രാണ്, തുണ്ടം. മുഖം എന്ന് പറഞ്ഞാൽ മുഖം തന്നെ, പ്രോപ്പർ മുഖം, അതായത് വായയായിട്ടും ഈ മുഖത്തിനെ പറയുകയെ. ആസ്യേ, മുഖത്തിൽ. ബ്രഹ്മപാത്രവും, ബ്രഹ്മഭാഗപാത്രം മുന്നോട്ടൊരു ഏർപ്പാടുണ്ട്, അതാണ് ഭഗവാന്റെ മുഖം. ഗ്രസനെ, മുഖദ്വാരത്തിൽ. ഗ്രഹ, മുഖത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്താൽ മതി. മൊത്തത്തിലുള്ള മുഖം, മുഖത്തിൻ്റെ അറ്റം, പിന്നെ മുഖദ്വാരം, വായ. മുഖദ്വാരം. ഗ്രസനെ, ഗ്രഹ, ഇന്ദ്രാദി ദേവന്മാർക്കുള്ള പാത്രങ്ങളും. ആസീത്തിരിക്കുന്നു. ഏ ഭഗവാനെ, അങ്ങയുടെ ചർവണം, ചവയ്ക്കൽ ഏതൊന്നോ അത് അഗ്നിഹോത്രം എന്ന കർമ്മവും ആകുന്നു. സൃക്ക് ആണ് ജുഹു. മുഖാഗ്രത്തിൽ, തുണ്ടേ, തുണ്ടത്തിൽ. സൃക്ക് എന്ന് പറയുന്നതും ആസീത്, ആയിരിക്കുന്നു. അത് ക്രിയയാണ് കേട്ടോ. ശ്രുവ ഈശ നാസയോ, മുഖത്ത് ശ്രുവം, യജ്ഞത്തിലത്തെ ശ്രുവം എന്ന വസ്തു. ഇടോദരേ, വയറിൽ. ഇട എന്ന് പറയുന്ന പാത്രം. ചമസ കർണരന്ധ്രേ, ചമസം സോമരസം വയ്ക്കാനുള്ള പാത്രമാണ് ചെവി. മുഖത്താവട്ടെ പ്രാശിത്രം എന്ന പാത്രം. ഒക്കെ യജ്ഞത്തിലത്തെ ഓരോ വസ്തുക്കൾ. ഗ്രസനേ ഗ്രഹാസ്തുതേ, ഗ്രഹങ്ങൾ വയ്ക്കാനുള്ള ബ്രഹ്മപാത്രം, ഇന്ദ്രാദി ദേവന്മാർക്ക് കൊടുക്കാനുള്ളതാണ്. മുഖാഗ്രം, ഭഗവാന്റെ ചർവണം. ചർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. ശവയ്ക്കലാവട്ടെ യജ്ഞത്തിലത്തെ അഗ്നിഹോത്രം എന്ന കർമ്മമാണ്. ദീക്ഷാനുജന്മോപസതശിരോധരം ത്വം പ്രായണീയോദയനീയദംഷ്ട്ര ജിഹ്വാ പ്രഗർഗർത്തവശിഷ്ടകം കൃതോ സഭ്യാവസത്യം ചിതയോസവോഹിതേ. അനുജന്മ, അടുത്തുണ്ടാകുന്ന അവതാരം. ജന്മം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബന്ധിച്ച അവതാരമാണല്ലോ. നമുക്ക് ജന്മം ഭഗവാൻ അവതാരം. ദീക്ഷ, യാഗം. അവതാര സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന പോലെയുള്ള അങ്ങയുടെ അഭിവ്യക്തി ദീക്ഷിക്കപ്പെടുവാൻ യോഗ്യമായ ഇഷ്ടി എന്ന കർമ്മവും ആകുന്നു. ത്വം പ്രായണീയോ ദയനീയ ദംഷ്ട്ര, രണ്ട് ദംഷ്ട്രകളുണ്ട്. അതാവട്ടെ പ്രായണീയ, ഉദയനീയ എന്നീ യജ്ഞത്തിലെ രണ്ട് കർമ്മങ്ങളാണ്. അങ്ങയുടെ അവതാരം ഇഷ്ടി എന്ന കർമ്മവും പ്രായണീയോദയനീയ, പ്രായണീയ ഉദയനീയ യജ്ഞത്തിലത്തെ പ്രധാനപ്പെട്ട രണ്ട് കർമ്മങ്ങൾ അങ്ങയുടെ രണ്ട് ദംഷ്ട്രകളാണ്. പ്രവർഗമാണ് ജിഹ്വ. ഉപസത്തുക്കൾ, ഇഷ്ടികളാണ് അങ്ങയുടെ കണ്ഠങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രായണീയോ ദയനീയ ദംഷ്ട്ര ജിഹ്വ പ്രവർഗസ്തവ. ജിഹ്വ, പ്രവർഗം. മഹാവീരം എന്ന് പറഞ്ഞിട്ടൊരു കർമ്മമുണ്ട് യജ്ഞത്തിൽ. ആ മഹാവീര കർമ്മമാണ് ജിഹ്വ. പ്രവർഗം മീൻസ് മഹാവീരം എന്ന കർമ്മം. അത് നാവാണ്. ഭഗവാന്റെ നാവ് മഹാവീരം എന്നുകൂടി പേരുള്ള പ്രവർഗ എന്ന് പറയുന്ന കർമ്മമാണ്. ജിഹ്വ പ്രവർഗ. ശീർഷകം കൃതോ, അങ്ങയുടെ ശിരസ്സോ. സഭ്യാവതസ്തി, ശിരസ്. പായണീയ ഉദയനീയ, അത് രണ്ട് ദംഷ്ട്രകളാണ്. സഭ്യം എന്ന് പേരുള്ള അഗ്നിയാണ് അങ്ങയുടെ ശിരസ്. ഹോമരഹിത അഗ്നി, ഹോമരഹിതമല്ലാത്ത അഗ്നി, രണ്ട് അഗ്നിയുണ്ട്. അതിലിവിടെ ഹോമരഹിതമായിരിക്കുന്ന അഗ്നിയാണ് അവസത്യം എന്ന് പറയുക. അവസത്യം, ഹോമരഹിതമായിട്ടുള്ള അഗ്നി, അതാണ് ഭഗവാന്റെ ശിരസ്. ശീർഷകം ക്രതോ സഭ്യ അവസത്യം. അവസത്യം ഹോമരഹിതമായ അഗ്നി, ശീർഷകം ശിരസ്സാകുന്നു. ചിതയോസവോഹിതേ, ചമതകൾ അങ്ങയുടെ പ്രാണങ്ങളും
ആകുന്നു. ഓരോ ശരീരഭാഗം യജ്ഞത്തിലത്തെ ഓരോ സംഗതികൾ, ഓരോ പ്രവൃത്തികൾ, ഓരോരോ പാത്രങ്ങൾ ആയിട്ട് പറഞ്ഞു. സോമത്തുരേതസ്തവനന്യവർത്തിതി സംസ്ഥാവിഭേദാത്തവദേകദാതവ സത്രാണി സർവാണി ശരീരസന്ധി ത്വം സർവയജ്ഞകൃതുരിഷ്ടിബന്ധന. സോമരസം, സോമലതയിൽ നിന്നെടുക്കുന്നതാണ് ദേവന്മാരുപയോഗിക്കുന്ന മദ്യം. അതാവട്ടെ രേതസ്, ഭഗവാന്റെ രേതസ്സാകുന്നു. അവസ്ഥിതി, അവസ്ഥാനം, ഭഗവാന്റെ അഗ്നിഷ്ടോമാഗിതകളായിട്ടുള്ള 7 കർമ്മങ്ങൾ. ശവനങ്ങൾ എന്ന് പറയുന്ന അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ അഗ്നിഷ്ടോമം, അഗ്നത്തിഷ്ടോമം, ഉത്തം, ഷോഡശി, വാജപേയം, അതിരാത്രം, ആപ്തോര്യാമം. ഇതാണ് 7 പ്രധാന കർമ്മങ്ങൾ. ഇത് കുറേ സംവത്സരം കൊണ്ട് അവസാനിക്കുന്ന കർമ്മമാണെന്നൊക്കെയാണ് ചിലത് പറയണത്. അത് ഭഗവാന്റെ ശരീരസന്ധികളാകുന്നു. അതിരാത്രം, ആപ്തര്യോമം, ഉത്തം, ഷോഡശി മുതലായ 7 കർമ്മങ്ങൾ അങ്ങയുടെ ശരീരസന്ധികളാണ്. സമനാന്യ അവസ്ഥിതി 7 കർമ്മങ്ങൾ ഏതൊക്കെയാ? സംസ്ഥാ വിഭേദാ തവദേകദാതവ. സോമസ്തുരേത, സോമസ്തുരേതസ്സാണ് സോമരസം. സവനാന്യ അവസ്ഥിതി 7 കർമ്മങ്ങൾ അങ്ങയുടെ ശിരസ്, അങ്ങയുടെ ശരീരസന്ധികളാണ്. സംസ്ഥാവിഭേദാ തവദേകദാതവ. ഇനി ദേഹത്തിലത്തെ സപ്തധാതുക്കൾ ഉണ്ടല്ലോ, മജ്ജാരക്തം, അസ്ഥികളായിട്ടുള്ള രക്തങ്ങൾ, അതൊക്കെ കൂടിയതായിട്ടുള്ള സപ്തധാതുക്കൾ സോമരസത്തോടു കൂടിയ ക്രതുരാകുന്ന കർമ്മം നിന്തിരുവടി തന്നെയാണ്. യാഗമാകുന്ന അനുഷ്ഠാനത്തിൻ്റെ അധിഷ്ഠാനത്തോടു കൂടിയ ഭഗവാനെ സ്തുതിക്കുകയാണ്. സത്രാണി സർവാണി ശരീരസന്ധി. ഹോമം, കർമ്മങ്ങൾ, മറ്റു ചേർത്തൊക്കെ അങ്ങനെ ശരീരസന്ധികളും സർവയജ്ഞകൃതുരിഷ്ടിബന്ധന. എല്ലാ യജ്ഞങ്ങളുടെ കർമ്മങ്ങളുമാണ് സർവേശ്വര അങ്ങ്. ഇനി വീണ്ടും സ്തുതിക്കുകയാണ്. നമോ നമസ്തേ അഖിലമന്ത്രദേവതാ ദ്രവ്യായ സർവക്രിയകൃതവേ ക്രിയാത്മനെ വൈരാഗ്യഭക്ത്യാത്മജയാനുപാഭിതജ്ഞാനായ വിദ്യാഗുരവേ നമോ നമഃ. എല്ലാ മന്ത്രദേവത സ്വരൂപവും ആയിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. അഖിലമന്ത്രദേവത ദ്രവ്യായ തേ നമഃ. മന്ത്രസ്വരൂപമായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. സർവകൃതവേ ക്രിയാത്മനെ. എല്ലാ യജ്ഞത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. പിന്നെ പറഞ്ഞു വൈരാഗ്യഭക്തി ആത്മജയാനുഭാവിത. അല്ലേ, വൈരാഗ്യം, ജ്ഞാനം മുതലായ ഭാവങ്ങളാൽ ഏതൊരു ഭഗവാനാണോ ഉപാസിക്കപ്പെടുന്നത്, ജ്ഞാനവും വിദ്യാഗുരു, എല്ലാ ജ്ഞാനത്തിൻ്റെയും ഗുരു ആയിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. അങ്ങനെ വളരെ ചെറിയ കാര്യങ്ങളാണ്. ദംഷ്ടാഗ്രകോട്ട്യാ ഭഗവന്തയാതിതാ വിരാചതേ ഭൂതരഭൂസഭൂതര യഥാവസാ നിസ്സരതോ ദദാ ധൃതാ മദംഗജേന്ദ്രസ്യ തപത്രപത്മിനി. ഹേ ഭഗവൻ ഭൂതര, ഭൂമിയെ ധരിച്ചിരിക്കുന്നവൻ ഭൂതരൻ. ഭൂമിയെ ധരിച്ചിരിക്കുന്നവൻ ഭൂതര, അല്ലയോ ഭൂമിയെ ധരിച്ചതായിട്ടുള്ള ഈശ്വര. ദംഷ്ട്രാഗ്രകോട്ട്യ, ദംഷ്ട്രാഗ്രത്തിൻ്റെ അറ്റം കൊണ്ട് ത്വയാധൃത ധരിക്കപ്പെട്ടതും, അല്ലയോ ഭൂതര, അങ്ങയുടെ ദംഷ്ട്രാഗ്രം കൊണ്ട് ഭൂമിയെ അങ്ങ് ധരിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള സർവേശ്വര. സഭൂതര, പർവ്വതങ്ങളോട് കൂടിയതും ആയ ഈ ഭൂമി ജലത്തിൽ നിസ്സാരത പുറപ്പെട്ടു വരുന്ന, നിസ്സാരത എന്ന് പറഞ്ഞാൽ നിസ്സാരം എന്ന അർത്ഥമല്ല കേട്ടോ സംസ്കൃതത്തിൽ. നിസ്സാരം എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമല്ല എന്ന് പറയുന്ന അർത്ഥമേ അല്ല, പുറത്തേക്ക് വരുന്ന എന്നർത്ഥമാണ് നിസ്സരത. പുറത്തേക്ക് വരുന്ന മദം ഗജേന്ദ്രസ്യ, മതിച്ച ആനയുടെ ദദാ, ദന്തത്താൽ ധൃതാ ധരിക്കപ്പെട്ടിരിക്കുന്ന സപത്രപത്മിനി യഥാ,
ഇലകളോടും പൂക്കളോടും കൂടിയ താമരപ്പൂ പോലെ വിരാജത്തെ വിശേഷമായി ശോഭിക്കുന്നു. ഈ ഭൂതരം എന്ന് പറഞ്ഞാൽ എപ്പോഴും പർവ്വതം എന്നർത്ഥമാണ്. ഭൂമി ധരിച്ചതാണല്ലോ പർവ്വതം, ഭൂമി ദർപ്പത്തെ ധരിച്ചിട്ടാണ് നിൽക്കണം. അപ്പം ഭൂതരങ്ങൾ എന്ന് പർവ്വതത്തിന് പേരുണ്ട്. അസഭൂതര എന്ന് പറഞ്ഞാലോ ഭൂതരത്തോടു കൂടിയ, പർവ്വതങ്ങളോട് കൂടിയ എന്ത് ഭൂമി, ഭൂതര, ഭൂതര ഭൂസഭൂതര, രണ്ട് ഭൂതരി ഉണ്ട് അവിടെ, ഒരു ഭൂയും ഉണ്ട്. രണ്ട് ഭൂതരി ഉണ്ട്, ഒരു ഭൂയും ഉണ്ട് അല്ലേ. ഭൂതര ഭൂസഭൂതര ഇങ്ങനെ അർത്ഥം വരിക. ഭൂതര അല്ലയോ ഭൂമിയെ ധരിച്ച ഭഗവാനെ സംബോധന. ആദ്യത്തെ ഭൂതര സംബോധനയാണ്. ഭൂമിയെ ധരിച്ചിട്ടാണ് നിൽക്കുന്നത് തേറ്റയുടെ മുകളിൽ. അല്ലയോ ഭൂമിയെ ധരിച്ചവനെ. പിന്നെ എങ്ങനത്തെ ഭൂമിയാണ്? പർവ്വതങ്ങളോട് കൂടിയ ഭൂമി. അതാണ് ഭൂതര ഭൂ. എന്ത് ഭൂ? ഭൂതര ഭൂ, പർവ്വതങ്ങളോട് കൂടിയിട്ടുള്ള ഭൂമി. ആ തേറ്റയുടെ മുകളിൽ ദംഷ്ട്രാഗ്രകോട്ടിയ ധരിച്ചിട്ട് അങ്ങ് വളരെയേറെ വിചിത്ര രൂപത്തിൽ ശോഭിക്കുന്നു. ആരെങ്കിലും ഈ ലോകത്തിൽ തൻ്റെ തേറ്റയുടെ മുകളിൽ ഭൂമിയെ ഉയർത്തിയതായിട്ട് കാണാൻ പറ്റുമോ? രണ്ടാമതൊരാളെ കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ വളരെ വിചിത്രമായിട്ട് ശോഭിച്ചു. എല്ലാവർക്കും എന്നെന്നും ഓർക്കത്തക്ക വിധത്തിലുള്ള ഒരു രൂപം ഭഗവാൻ എടുത്തതാണ് വരാഹസ്വരൂപം. ഭൂമിയെ ധരിച്ചിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും സാധിക്കണ കാര്യമല്ല. അതാണ് ഭഗവാൻ വിരാജത്തെ ശോഭിക്കുന്നു. യഥാവന നിസ്സരതോ ദദാധൃത, നിസ്സരത വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതായിട്ടുള്ള ഈ ഭൂമി നിസ്സരതോ ഏതുപോലെ ശോഭിച്ചു? ആനയുടെ കുമ്പിക്കൈയിൽ ശോഭിക്കുന്നതായ താമര പോലെ. മദം ഗജേന്ദ്രസ്യ സപത്രപത്മിനി, ധാരാളം താമരയും ചെടിയും പൂവൊക്കെ ഉള്ള ഒരു വെള്ളത്തിലേക്ക് ആന ഇറങ്ങിയാൽ അതിൻ്റെ കൊമ്പത്ത് ചിലപ്പോൾ താമര തങ്ങി നിന്നു എന്ന് വരാം. താമരയുടെ ഇലയും തങ്ങി നിൽക്കും, വള്ളിയും തങ്ങി നിൽക്കും, പൂവും തങ്ങി നിൽക്കും അല്ലേ. ഇതൊക്കെ പാടത്ത് ശോഭിക്കുന്ന ഒരാനയ്ക്കൊരു പ്രത്യേക ഭംഗിയുണ്ട് എന്നാണ്. താമരയോടുകൂടി ശോഭിക്കുന്ന ആന. അതേപോലെ അല്ലയോ സർവേശ്വര അങ്ങ് ശോഭിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.